Dear God, thank you for this new day. Please guide my thoughts, words, and actions and help me spread the kindness and love. Give me strength for the challenges ahead and keep me mindful of your blessings. Amen. Good morning, everyone. I am Rasia. You all are welcome to our today's online class. I am so happy to see you together here. Today, our class is start with a wonderful prayer by Soumya. I would like to invite Ashwati ma'am to conduct today's class. I also invite Tessie for today's thought. Thank you. Good morning, ma'am, and good morning, everyone. My name is Tessie, thought of the day. The biggest sources of motivation are your own thoughts. So think big and motivate yourself to win. Thank you. Good morning. Good morning, Good ma'am. morning, ma'am. Good morning, Good ma'am. morning, ma'am. Good morning. പ്രയർ ചെയ്തായിരുന്നോ നിങ്ങള്? എല്ലാം കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞു. Yes, ma'am. നമ്മൾ പുതിയ ചാപ്റ്റർ തുടങ്ങി വെച്ചായിരുന്നു അല്ലേ? Defense mechanism. മെക്കാനിസം. ഓക്കെ. ഫസ്റ്റ് പാരഗ്രാഫ് വായിച്ചായിരുന്നോ നിങ്ങള് കഴിഞ്ഞ ക്ലാസ്സില്? വായിച്ചായിരുന്നു അല്ലേ? ഞാൻ വായിച്ചിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ മനസ്സിലായത് വായിച്ചപ്പോ? ഒന്നും പിടികിട്ടില്ല ആർക്കും? മാം ഞാൻ പറയട്ടെ. ആ. ചില സാഹചര്യങ്ങളോ അല്ലെങ്കിൽ ചില പ്രശ്നങ്ങൾ നമ്മൾ ആകെ ഇമോഷണലി ഡൗൺ ആകും. അതായത് നമുക്ക് ഭയങ്കര നിരാശ വരും. ആ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളിലും അത് ദൂഷ്യമായി ബാധിക്കും. ഇതിൽ നിന്നും പുറത്തേക്ക് വരാൻ, ഇതിനെ പ്രതിരോധിക്കാൻ കാര്യങ്ങളെ കണ്ടെത്താനും നമ്മൾ അതിനോട് പൊരുത്തപ്പെടുകയും ചെയ്യും. ഇങ്ങനെ നമ്മൾ ഈ ഒരു സാഹചര്യത്തിൽ പൊരുത്തപ്പെടുന്നതിനാണ് ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. ശ്രുതി പറഞ്ഞു. പിന്നെ മാം ഞാൻ പറയട്ടെ. ആ. അതായത് നമ്മുടെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും ജീവിതത്തിൽ. ഇമോഷണലായിട്ടും അത് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ലൈഫിലുണ്ടാവും. അപ്പൊ ആ പ്രശ്നങ്ങളൊക്കെ ഓവർകം ചെയ്യാനായിട്ട് നമ്മൾ തന്നെ എടുക്കുന്ന ഓരോ മെഷേഴ്സ്, നമ്മൾ തന്നെ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തും. അതിനെയാണ് ഡിഫൻസ് മെക്കാനിസം എന്ന് ഉദ്ദേശിക്കുന്നത്. അതാണ് മിസ് എനിക്ക് മനസ്സിലായത്. എനിക്ക് മനസ്സിലായത് പറയാമോ?
നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും പല മെൻ്റൽ പ്രോബ്ലംസും ശാരീരികമായിട്ടൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ സ്റ്റേൺ ആയി അത് പോസിറ്റീവായിട്ട് എടുത്ത് നമ്മൾ അതിനെ ഓവർകം ചെയ്താൽ നമുക്ക് എല്ലാ ചെയ്യുന്നതിനെയാണ് ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു മാം. ചില സാഹചര്യങ്ങളോ ഘടകങ്ങളോ ഒരാളുടെ സുതാര്യമായ വളർച്ചയെ ബാധിക്കുകയും പിന്നെ കടുത്ത മാനസിക സംഘർഷങ്ങളും നിരാശകളും ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇത്തരം സംഘർഷങ്ങളും നിരാശകളും വ്യക്തിയുടെ മാനസികമായിട്ട് തന്നെ ഭീഷണിപ്പെടുത്തുന്നു. എന്നാൽ മനുഷ്യൻ തന്റെ മാനസിക ശേഷികൾ ഉപയോഗിച്ച് ഇത്തരം മാനസിക ഭീഷണികളിൽ നിന്ന് സ്വയം രക്ഷിക്കാനുള്ള കഴിവിനാണ് ഡിഫൻസ് മെക്കാനിസം എന്ന് തോന്നുന്നു. പറയുന്നത് അല്ലേ? ഇനി ഞാൻ പറയട്ടെ. ഹലോ, പറഞ്ഞോളൂ. ഹലോ, കേൾക്കാവോ മാം? കേൾക്കാം. ഓക്കെ. ചില സാഹചര്യങ്ങളോ ഘടകങ്ങളോ നമ്മൾ സ്മൂത്ത് ആയിട്ട് പോകുന്ന ചില ഡെവലപ്മെന്റ്സിൽ ഇടപെടുകയും കടുത്ത ഇതുപോലെ തന്നെ മാനസിക സമ്മർദ്ദങ്ങളും നിരാശ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയാ, അഹം പ്രതിരോധം എന്ന് പറയും അതിന്. നമ്മൾ ഈ ഡിഫൻസ് മെക്കാനിസം അല്ലെങ്കിൽ മാനസിക സംവിധാനങ്ങൾ അല്ലെങ്കിൽ ചലനാത്മകത എന്നറിയപ്പെടുന്നു ഡിഫൻസ് മെക്കാനിസം എന്നത്. ദെൻ പിന്നെ ഒരാളുടെ പരാജയം ലഘൂകരിക്കുന്നു, ആന്തരിക ഐക്യം സംരക്ഷിക്കുന്നു, അസ്വസ്ഥമായ അനുഭവങ്ങളുമായി പൊരുത്തപ്പെടാൻ വ്യക്തിയെ പ്രാപ്തനാക്കുന്നു. ഇതൊക്കെയാണ് എനിക്ക് ആ ഒരു പാരഗ്രാഫ് വായിച്ചിട്ട് എനിക്ക് മനസ്സിലായത് അല്ലേ? ഓക്കെ. പിന്നെ ഇനി ആരെങ്കിലും പറയാനുണ്ടാവും? മാം, ജീവിതത്തിൽ പലപ്പോഴും നമ്മള് എന്താണ് ശ്രുതി? മാം, ഞാൻ എക്സിറ്റ് ആയിക്കോട്ടെ, ഞാൻ ഗസ്റ്റ് ഉണ്ട്. ഞാൻ സ്റ്റോറി ഒരെണ്ണം പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് പറഞ്ഞിട്ട് പോകാലോ എന്ന് വെച്ചിട്ട് കയറിയതാ. ഓക്കെ, പറഞ്ഞോളൂ. സ്റ്റോറി പറയണോ? ഓക്കെ. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഞാൻ ഇന്നിവിടെ പറയാൻ പോണത് അനുസരണശീലം കുറിച്ചുള്ള ഒരു കൊച്ചു കഥയാണ്. പണ്ട് ഒരു കാട്ടിൽ ഒരു അമ്മമാനും കുഞ്ഞുമാനും ജീവിച്ചിരുന്നു. എല്ലാ ദിവസവും അവര് വെള്ളം കുടിക്കാനായി ഒരു ഭംഗിയുള്ള തടാക കരയിലേക്ക് പോകുമായിരുന്നു. ഒരു ദിവസം വെള്ളം കുടിക്കുന്നതിനിടയിൽ കുഞ്ഞുമാൻ തുള്ളിച്ചാടി കുളത്തിലിറങ്ങാൻ നോക്കി. അമ്മമാൻ പറഞ്ഞു, കുഞ്ഞെ, ഈ ഭംഗിയുള്ള കുളത്തിൽ നീ ഇറങ്ങരുത്, അതിന്റെ ആഴത്തെക്കുറിച്ച് നിനക്ക് അറിയില്ല എന്നും പറഞ്ഞ് വെള്ളം കുടിച്ച് മടങ്ങിപ്പോയി. എന്നാലോ അമ്മയില്ലാത്ത ഒരു ദിവസം നോക്കി കുഞ്ഞുമാൻ ആ ഭംഗിയുള്ള തടാകക്കരയിലോട്ട് വെള്ളം കുടിക്കാൻ ഇറങ്ങി. കുളത്തിലിറങ്ങിയപ്പോൾ മുങ്ങിത്താഴ്ന്ന കുഞ്ഞുമാൻ ഉറക്കെ കരഞ്ഞു, ദൈവമേ, എന്റെ അമ്മ പറഞ്ഞ വാക്ക് ഞാൻ കേട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ ആപത്ത് വരുമായിരുന്നു. കൂട്ടുകാരെ, ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? മുതിർന്നവരും മാതാപിതാക്കളും ഗുരുക്കന്മാരും ഇവര് പറയുന്നത് നമ്മൾ അനുസരിച്ചില്ലെങ്കിൽ ആപത്തിൽ ചെന്ന് ചാടും. താങ്ക് യു മാം. ഓക്കെ. ക്ലാസ് കാണണം. ഓക്കെ മാം. ഷുവർ മാം. എക്സിറ്റ് ആയിക്കോട്ടെ. ശരി. ഓക്കെ മാം. താങ്ക് യു. മാം, ഞാൻ സ്റ്റോറി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് മാം, പറഞ്ഞോട്ടെ? I would like to say a story, Penny Penguin. In the icy lands of Antarctica, Penny and Penguin loved to play. One day, while waddling along, Penny found a super slippery slide made of ice. Penny climbed onto it and shouted, "Wee!" as she slid down. But oh no, Penny slid too fast and landed on her tummy with a giggle. The other penguins laughed and laughed. Penny got up, brushed the snow off, and tried again and again and again. But when Penny was about to slide again, a strong gust of wind blew, and Penny's slide turned into a giant catapult. Penny soared high into the air, did a flip, and landed safely in a snowbank with a surprised honk honk laugh. The other penguins gasped, then cheered. "Wow, Penny, you are a flying penguin." Penny grinned. "I guess sliding can take you to new heights. Sometimes life can surprise you, but with a positive attitude, you can turn any surprise into an adventure." Thank you, ma'am.
മാം ഒരു ഫ്രീഡം ഫൈറ്റേഴ്സിനെ കുറിച്ചുള്ള ഒരു ഇതായിരുന്നു. Respected ma'am and my dear friends, today I would like to speak about one of the greatest freedom fighters and scholars of India, Maulana Abdul Kalam Azad. Maulana Azad was born on November 11, 1888 in Mecca, Saudi Arabia. His family later moved to India. He was a brilliant student and learned many languages like Arabic, Persian, Urdu, Hindi, and English at a very young age. He was long a great writer and journalist. Azad joined the freedom movement inspired by Mahatma Gandhi. He strongly believed in Hindu-Muslim unity and worked to bring people together. He was a leader in the Indian National Congress and played an important role in the fight against British rule. After India gained independence in 1947, Maulana Azad became the first education minister of India. He believed that education was the key to India's progress. Under his leadership, India established IITs, UGS, and other top institutions. He also promoted free and compulsory education for children. Maulana Azad was awarded the Bharat Ratna, India's highest civilian award, in 1992. His birthday, November 11, is celebrated as National Education Day every year. Dear friends, Maulana Abdul Kalam Azad was not just a freedom fighter, but also a visionary who shaped India's education system. His life teaches us the importance of unity, knowledge, and service to the nation. Thank you, ma'am. Okay, very good. ഓക്കെ, അപ്പൊ ഡിഫൻസ് മെക്കാനിസത്തെ കുറിച്ച് നമുക്ക് പറയാൻ തുടങ്ങാം അല്ലേ? ആർക്കെങ്കിലും ഇനി പറയാനുണ്ടോ? ആരോ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ശ്രുതി പറയുന്ന സമയത്ത്? ഞാൻ പറയാം. ഓക്കെ. ചില സാഹചര്യങ്ങളിൽ പല കാരണങ്ങൾ കൊണ്ടും നമ്മുടെ നല്ലൊരു മാനസിക വളർച്ചയ്ക്കും വികാസത്തിനും കോട്ടം തട്ടുന്നു. ഒരു വ്യക്തിയുടെ നല്ലൊരു മാനസിക വളർച്ചയെ അത് ബാധിക്കുന്നു. എന്നാൽ ഓരോ വ്യക്തിയും അതിനെ തരണം ചെയ്യാനുള്ള ഒരു കരുത്ത് ശാരീരികമായും മാനസികമായും ആർജിച്ചെടുക്കുന്നു. ഇതിനെയാണ് ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. ഏകദേശം എല്ലാവരും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നല്ല കാര്യം. അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പൊ ഡിഫൻസ് മെക്കാനിസം എന്ന് പറഞ്ഞാല് ഇപ്പോ നേരത്തെ ഇപ്പൊ നിങ്ങൾ എല്ലാവരും തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു എന്താ പറയാ, നമുക്ക് ചില വിഷമങ്ങളൊക്കെ വരുമ്പോൾ അല്ലെ, വ്യക്തിപരമായിട്ട് ചില വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെ, നമ്മളൊക്കെ മനുഷ്യരാണ്, എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ എപ്പോഴും ലൈഫിൽ ഉണ്ടാവും അല്ലെ. ഒരിക്കലും ലൈഫ് എന്ന് പറയുന്നത് വളരെ സ്മൂത്ത് ആയിട്ട് പോകണം എന്നില്ല അല്ലെ. എപ്പോഴും സന്തോഷത്തോടെ ആയിരിക്കും ലൈഫ് പോകുന്നേ? അത് പണക്കാരായാലും പാവപ്പെട്ടവരായാലും. പണം ഉണ്ടെന്ന് കരുതിയിട്ട് നമുക്ക് ലൈഫിൽ എല്ലാം ഉണ്ടാകണം എന്നില്ല. പക്ഷെ പണം എന്ന് പറയുന്നത് വളരെ വലിയൊരു ഫാക്ടറാണ്. പണം ഉണ്ടെങ്കിൽ നമുക്ക് ഒട്ടുമിക്ക പ്രശ്നങ്ങളും പരിഹരിക്കാനായിട്ട് പറ്റും. പക്ഷെ പണക്കാരായിട്ടുള്ള ചിലർക്ക് ചിലപ്പോൾ സമാധാനം ഉണ്ടാകണമെന്നില്ല അല്ലെ. അപ്പൊ പലതരത്തിലുള്ള കോ ഫാക്ടേഴ്സ് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അപ്പൊ മനുഷ്യരെന്ന് പറയുമ്പോൾ അവർക്ക് ജനിക്കുന്നത് മുതൽ അവന്റെ മരണം വരെ എപ്പോഴും സന്തോഷത്തോടെ പോകാനായിട്ട് സാധിക്കില്ല ഒരു മനുഷ്യനും. ഓക്കെ, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങള് വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ നമുക്ക് വ്യക്തിപരമായിട്ടുള്ള എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്താ ചെയ്യാ? അത് ചിലപ്പോ നമുക്ക് കുറച്ച് ദിവസം അതിനെക്കുറിച്ച് ഓർത്ത് വിഷമം ഉണ്ടാവും അല്ലെ. പിന്നെ നമ്മൾ എന്താ ചെയ്യാ? ചിലപ്പോ നമ്മൾ ഷെയർ ചെയ്യുമ്പോ നമ്മുടെ പ്രയാസം ഒന്ന് കുറയും അല്ലെ. മറ്റുള്ളവരോട് ഷെയർ ചെയ്യുമ്പോൾ നമ്മുടെ പ്രയാസം കുറയുന്നത് കാണാം. ചിലപ്പോ അവര് നമുക്ക് സൊല്യൂഷൻ പറഞ്ഞു തരും. അപ്പോ ചിലപ്പോ ആ ഒരു വിഷമം നമ്മൾ അബോധ മനസ്സിൽ നമ്മുടെ കുഴിച്ചു മൂടാനായിട്ട് ശ്രമിക്കും, അല്ലെങ്കിൽ മറക്കാനായിട്ട് ശ്രമിക്കും അല്ലെ. പിന്നെ അതുപോലെ തന്നെ മറ്റു ചിലരാണെങ്കിൽ ഇത് ഓർമ്മയിൽ വരല്ലേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കും. ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, നമുക്ക് തീരെ പൊരുത്തപ്പെടാനാവാത്ത എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾക്ക് ഭയങ്കരമായിട്ട് നമ്മളെ വേദനിപ്പിക്കുന്ന കാര്യമാണെങ്കിൽ ദൈവത്തിനോട് നമ്മൾ കരഞ്ഞ് പ്രാർത്ഥിക്കും അല്ലെ. ഇത് ഒരിക്കലും നമ്മുടെ ഓർമ്മയിൽ വരല്ലേ എന്ന് പ്രാർത്ഥിക്കും. ഇനി മറ്റു ചില വ്യക്തികളാണെങ്കിൽ എന്ത് ചെയ്യുമെന്നോ, അവരത് അവോയ്ഡ് ചെയ്യും. ചില ആളുകളെ നിങ്ങൾ കണ്ടിട്ടില്ലേ, എന്ത് പറഞ്ഞാലും കല്ല് പോലെ നിൽക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ തന്നെ അത് അവോയ്ഡ് ചെയ്യുന്ന ചില ആളുകളുണ്ട്. അവർക്ക് അതൊന്നും പ്രശ്നമേ ഇല്ല. അതായത് മനക്കെട്ടി കൂടുതലാണ് അവർക്ക്. മനസ്സിന് ചില ആളുകൾ എന്ന് പറഞ്ഞാൽ മനസ്സിന് തീരെ കട്ടിയില്ലാത്തവരാണ്. അവർക്ക് പെട്ടെന്ന് വിഷമം വരും, പെട്ടെന്ന് കരച്ചിൽ വരും, സങ്കടം വരും.
ഓക്കെ, ഇങ്ങനെ കുറെ ഓവർ തിങ്കിങ് ആണ്, കുറെ അധികം ആലോചിക്കും. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ തന്നെ കുറെ അധികം ആലോചിച്ചു കൂട്ടി പ്രശ്നം വഷളാക്കും. ഇനി മറ്റു ചിലരാണെങ്കിൽ നല്ല മനസ്സിൽ ധൈര്യമുള്ളവരൊക്കെ ആണെങ്കിൽ അത് എന്താ പറയാ തള്ളി മാറ്റാനായിട്ട് ശ്രമിക്കും. എന്റെ അമ്മയൊക്കെ ആ കാറ്റഗറിയിൽ പെടുന്നതാണ് കേട്ടോ. ഞാൻ എന്റെ അമ്മയെ കാണുമ്പോൾ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്, ഇത്രയും വിൽ പവർ ഉള്ള ഒരു സ്ത്രീനെ ഞാൻ ഇതുവരെ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. കാരണം എനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാനിങ്ങനെ ഓവർ തിങ്ക് ചെയ്യും. കാരണം അയ്യോ അതെന്താണ്, അയ്യോ ഇങ്ങനെയാണോ അങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ച് ഞാനിങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കും. നമ്മൾ വല്ലാതെ ഒരു ചെറിയ പ്രശ്നമാണെങ്കിൽ അതിനെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചതിനെ ബുദ്ധി വലുതാക്കും. ഓക്കെ, പക്ഷെ എന്റെ അമ്മ എന്ന് പറയുന്ന ആള് എത്ര വലിയ പ്രശ്നമാണെങ്കിലും അതിനൊരു സൊല്യൂഷൻ ഉണ്ടാകും. ദൈവം എന്തെങ്കിലും ഒരു സൊല്യൂഷൻ അതിന് കാണിച്ചു തരും എന്നുള്ള രീതിയിലാണ് എപ്പോഴും എന്നോട് പറയാ. ആ ഒരു കാര്യം നടക്കാറുണ്ട് കേട്ടോ. എന്റെ അമ്മയോ അങ്ങനെ തന്നെയാണ് മാം. അങ്ങനെ തന്നെയാണ് അല്ലേ? പഠിച്ചു. ഇപ്പൊ എന്റെ അമ്മയോട് ഇപ്പൊ ചോദിക്കാൻ പറ്റില്ല, കാരണം അമ്മ ബെഡ് റിഡനാണ്. എന്നാലും ഞാൻ പ്രോബ്ലംസ് ഒന്നും പറയില്ല. പക്ഷെ എനിക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാനും ഇപ്പൊ ഇത്രയും ഏജ് ആയതുകൊണ്ടാണെന്ന് അറിയില്ല, കുറെ പ്രോബ്ലംസ് വന്നതിനെയൊക്കെ നേരിടാനായിട്ടൊരു പ്രത്യേക ഒരു ശക്തി ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്നുണ്ട് മാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതുപോലെ അവര് പറഞ്ഞ പോലെ പലരും, അതായത് പല ടൈപ്പിലുള്ള ആളുകളാണ്. എല്ലാവരെയും നമുക്ക് ഒരുപോലെ ഒരിക്കലും നമുക്ക് കാണാനായിട്ട് പറ്റില്ല. പലർക്ക് പല ടൈപ്പ് വിൽ പവർ ആണുള്ളത്. ചിലർക്ക് കൂടിയിട്ടുണ്ടാവും, ചിലർക്ക് കുറവായിരിക്കാം. അപ്പൊ ഇത്തരത്തില് പല പ്രശ്നങ്ങളും വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ 3 തരത്തിൽ ഞാൻ പറഞ്ഞല്ലോ. ചിലവരെന്ത് ചെയ്യും, അത് അബോധ മനസ്സിൽ കുഴിച്ചു മൂടും. ചിലവരെന്ത് ചെയ്യും, അത് ദൈവത്തോട് പ്രാർത്ഥിക്കും, ഇനി ഈ ഒരു സിറ്റുവേഷൻ വരല്ലേ എന്ന്, അല്ലെങ്കിൽ അത് ഓർമ്മയിൽ വരല്ലേ എന്ന് പ്രാർത്ഥിക്കും. ഇനി മറ്റു ചിലരാണെങ്കിൽ അവോയ്ഡ് ചെയ്യും. ഓക്കെ, ഇനി വേറെ ചില ആളുകളുണ്ട്, അവര് സങ്കടങ്ങൾ വരുമ്പോൾ ഒറ്റയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ പോയിരിക്കാൻ ആഗ്രഹിക്കുന്ന ചിലവരുണ്ട്. ചിലപ്പോ ബീച്ചിൽ പോയിരിക്കാനായിരിക്കാം, അല്ലെങ്കിൽ ഒരു മോളിൽ പോവാനായിരിക്കാം. സന്തോഷം വരുമ്പോ മാത്രമല്ലല്ലോ, സങ്കടം വരുമ്പോഴും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, യാത്ര പോകാറുണ്ട് അല്ലെ? അപ്പോ ഇത്തരത്തില് വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യുന്നവരുണ്ടാകാം, അല്ലെങ്കിൽ ഏകാന്തമായിട്ട് ഒരു സ്ഥലത്ത് ചെന്നിരിക്കുന്നവരുണ്ടാകാം. അപ്പൊ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? സന്തോഷം വരുമ്പോൾ മാത്രമല്ല നമ്മൾ ട്രിപ്പ് പോകുന്നത് അല്ലെ? സങ്കടം വരുമ്പോൾ എന്ത് ചെയ്യാറുണ്ട്, ചില മനുഷ്യര് ദൂരയാത്രകളൊക്കെ പോകാറുണ്ട്. അപ്പൊ ഈ ഒരു വിഷമത്തെ ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ചില മനുഷ്യർ പറയും, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും പറയും, അത് അങ്ങനെ ചെയ്തത് കൊണ്ടാണ് ഈ ഒരു പ്രശ്നം ഇങ്ങനെയായത്, അല്ലെങ്കിൽ അവൻ അങ്ങനെ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത്, ഞാൻ തെറ്റുകാരനല്ല. ഇപ്പൊ പല പല ന്യായീകരണങ്ങളൊക്കെ നടത്തും അല്ലെ? സ്വയം എന്താ പറയാ, ഇപ്പൊ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്റെ തെറ്റായിട്ട് ഞാൻ പറയില്ല, അത് മറ്റുള്ളവരുടെ തെറ്റായിട്ടാണ് പറയാ. അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളെ പറയും, അത് അങ്ങനെ വന്നതുകൊണ്ടാണ് ഇങ്ങനെ ആയത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാറുണ്ട് അല്ലെ? നിങ്ങളിൽ പലരും പറയാറുണ്ട് ഇല്ലേ? പറയാറില്ലേ? ഉണ്ടോ? പറയാറുണ്ടോ? പണ്ടൊക്കെ പറയുമായിരുന്നു, പണ്ടൊക്കെ ഞാൻ പറയുമായിരുന്നു. ഇപ്പൊ പറയുന്നില്ല. അപ്പൊ ചില ആളുകൾ പറയും, ഇപ്പോഴും പറയൂട്ടെ. കുഞ്ഞുങ്ങളിൽ നമുക്ക് ന്യായീകരണങ്ങൾ കാണാനായിട്ട് പറ്റും. കുഞ്ഞുങ്ങളുടെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞുതരാം. കുഞ്ഞുങ്ങളിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ, ടീച്ചേഴ്സ് ഒക്കെ ചോദിക്കുമ്പോൾ പറയുന്ന ഒരു ന്യായീകരണം കുറെ കാര്യങ്ങളുണ്ട്, അതൊക്കെ ഇതിനകത്ത് വരുന്നതാണ്. അപ്പോ ഇങ്ങനെ ചെയ്യുമ്പോൾ, അതായത് ഈ ഒരു കാര്യം, അതായത് ഇപ്പൊ പലതരത്തിലുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, ഇതിലൂടെ മനസ്സിനെ എന്ത് ചെയ്യാണ്, ആശ്വസിപ്പിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ? വിഷമങ്ങൾ വരുമ്പോൾ അബോധ മനസ്സിൽ കുഴിച്ചു മൂടുന്നു, അതിലൂടെ മനസ്സിന് ആശ്വാസം കിട്ടുന്നു. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, അതിലൂടെ മനസ്സിന് ആശ്വാസം കിട്ടുന്നു. അവോയ്ഡ് ചെയ്യുന്നു, അതിലൂടെ മനസ്സിന് ആശ്വാസം കിട്ടുന്നു. പല സ്ഥലങ്ങളിൽ ഒറ്റയ്ക്കിരിക്കുന്നു, മനസ്സിന് ആശ്വാസം കിട്ടുന്നു. മാളുകളിലും ബീച്ചുകളിലും പോകുന്നു, ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മനസ്സിന് ആശ്വാസം കിട്ടുന്നു. ഞാനല്ല തെറ്റുകാരൻ, എന്റെ തെറ്റുകൊണ്ടല്ല അത് സംഭവിച്ചത്, അത് അയാള് കാരണമാണ്, അല്ലെങ്കിൽ ആ സാഹചര്യം കൊണ്ടാണ് അത് വന്നത്, അങ്ങനെയൊക്കെ പറയുമ്പോൾ എന്താ ചെയ്യുന്നേ, നമ്മുടെ മനസ്സിനെ നമ്മൾ ആശ്വസിപ്പിക്കുക ചെയ്യുന്നേ. ശരിയല്ലേ? ആണോ? ഓക്കെ, അപ്പോ ഇത്തരത്തിൽ മാനസിക സംഘർഷങ്ങളെ കുറയ്ക്കുന്നതിന് വേണ്ടി മനസ്സ് രൂപപ്പെടുത്തുന്ന തന്ത്രങ്ങളെ പ്രതിരോധ തന്ത്രങ്ങൾ അഥവാ ഡിഫൻസ് മെക്കാനിസം അഥവാ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം എന്ന് പറയുന്നു. ക്ലിയർ ആണോ പറഞ്ഞത്? അപ്പൊ എന്തിനാ? ഇത് മനസ്സ് തന്നെ രൂപപ്പെടുത്തുന്നതാ അല്ലെ? ഓരോ വ്യക്തികൾക്കും
മനസ്സുണ്ട് അല്ലെ? എല്ലാ വ്യക്തികൾക്കും മനസ്സുണ്ട്. അപ്പോ അവരുടെ മനസ്സിന് അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ ഇപ്പൊ ഞാൻ ഉപയോഗിക്കുന്ന ഡിഫൻസ് മെക്കാനിസം ആയിരിക്കില്ല ചിലപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്നത് അല്ലെ? ലൗലി ഉപയോഗിക്കുന്ന ഡിഫൻസ് മെക്കാനിസം ആയിരിക്കില്ല ഞാൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, ചിലപ്പോ എനിക്ക് മനസ്സിന് വിഷമം വരുമ്പോൾ ഒറ്റയ്ക്ക് പോയി എവിടെയെങ്കിലും ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്റെ മനസ്സിനെ ആശ്വസിപ്പിക്കാനായിട്ട് കഴിയും. ലൗലിക്കാണെങ്കിൽ ദൈവത്തിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാല് ചിലപ്പോ മനസ്സിനെ ആശ്വസിപ്പിക്കാൻ കഴിയും. അപ്പോ ഇത്തരത്തിൽ മാനസിക സംഘർഷങ്ങളെ കുറയ്ക്കുന്നതിന് വേണ്ടി മനസ്സ് രൂപപ്പെടുത്തുന്ന, പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയാണ്, ഓരോരുത്തരുടെയും മനസ്സ്, അവരുടെ മനസ്സ് രൂപപ്പെടുത്തുന്ന പ്രതിരോധ തന്ത്രങ്ങളെ നമുക്ക് ഡിഫൻസ് മെക്കാനിസം അഥവാ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം എന്ന് പറയാം. ഓക്കെ, ഏകദേശം കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം ഇതിനകത്ത് പറയുന്നുണ്ട്, ഈ പാരഗ്രാഫിൽ പറയുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഈ പാരഗ്രാഫിൽ പറയുന്നതിന്റെ സിമ്പിൾ വെർഷൻ ആണ് ഞാനിപ്പോ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത് അല്ലെ? ഇതിനകത്ത് കുറച്ച് കടുകെട്ടിയായിട്ടല്ലേ കിടക്കുന്നത്, മനസ്സിലാവുമ്പോൾ വായിച്ചു കഴിഞ്ഞാല്. എന്നാലും ഇപ്പൊ സിമ്പിൾ ആയിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ എന്നിട്ട് വേറൊരു കാര്യം പറയുന്നുണ്ട്, നമ്മുടെ ബോഡിക്ക് എന്തെങ്കിലും അസുഖങ്ങൾ അല്ലെ, നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും അസുഖങ്ങൾ വരികയാണെങ്കിൽ അതിനെ എന്ത് ചെയ്യും? പ്രിവെന്റ് ചെയ്യും അല്ലെ? എങ്ങനെയാണ്? ഇമ്മ്യൂണിറ്റി ഉപയോഗിച്ച് അല്ലെ, നമുക്ക് പ്രതിരോധ ശേഷി ഉണ്ടെങ്കിൽ ആ പ്രതിരോധ ശേഷി ഉപയോഗിച്ച് ആ രോഗങ്ങളെ ചെറുക്കാനോ അല്ലെങ്കിൽ അകത്ത് കിടക്കുന്ന രോഗാണുക്കളെ പ്രിവെന്റ് ചെയ്യാനോ ആ ഒരു പ്രതിരോധ ശേഷിക്ക് കഴിയും. അതുപോലെ തന്നെയാണിത്. നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ അഫക്ട് ചെയ്യുവാണെങ്കിൽ അതിനെ മാക്സിമം പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ബോഡി പ്രവർത്തിക്കും. അതുപോലെ തന്നെ നമ്മുടെ മനസ്സിന് എന്തെങ്കിലും ആഘാതങ്ങൾ, എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ ലഘൂകരിക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ തീർത്തും അതിനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടോ ഉള്ള തന്ത്രങ്ങളെ ഡിഫൻസ് മെക്കാനിസം എന്ന് പറയാം. ഓക്കെ, അപ്പൊ അതൊന്ന് നോട്ട് ചെയ്തോളൂ കേട്ടോ. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മലയാളത്തിൽ ഒന്ന് നോട്ട് ചെയ്തെടുക്കുക. മാനസിക സംഘർഷങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നതിനോ, പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇത് നമ്മുടെ സൈക്കോളജിയുമായിട്ട് റിലേറ്റഡ് ആണ്. ഓക്കെ, BEd വിദ്യാർത്ഥികളൊക്കെ പഠിക്കുന്ന ഒരു സംഭവമാണിത്, ഡിഫൻസ് മെക്കാനിസം. അപ്പോ ഈ ഒരു മനസ്സ് എങ്ങനെയാണ്, അതിന്റെ പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ കേട്ടോ. ഓക്കെ, അപ്പൊ അതാണ് ഞാൻ ഈ ശ്രുതിയോടും പറഞ്ഞത്, റെക്കോർഡ് ക്ലാസ് കാണണം. ചിലപ്പോൾ മനസ്സിലാവില്ല, PDF വായിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ക്ലിയർ ആയിന്ന് വരില്ല എന്താണെന്നുള്ളത്. അപ്പോ ആരെങ്കിലും ലെഫ്റ്റ് ചെയ്തൊക്കെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും റെക്കോർഡ് ക്ലാസ് കാണാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പോ എഴുതിക്കോളൂ കേട്ടോ. മാനസിക സംഘർഷങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നതിനോ അവയെ പ്രതിരോധിക്കുന്നതിനോ വേണ്ടി, മാനസിക സംഘർഷങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നതിനോ അവയെ പ്രതിരോധിക്കുന്നതിനോ വേണ്ടി വ്യക്തികൾ സ്വീകരിക്കുന്ന ചില സാധാരണ തന്ത്രങ്ങളുണ്ട്. ഇവയെ പ്രതിരോധ തന്ത്രങ്ങൾ എന്ന് വിളിക്കുന്നു. എഴുതിയോ? Okay, ma'am. ഓക്കെ, അപ്പോ മനുഷ്യൻ എന്ന നിലയ്ക്ക് മാനസിക സംഘർഷങ്ങൾ അല്ലെ, മനസ്സിനുണ്ടാകുന്ന
പലതരം അസ്വസ്ഥതകളിൽ നിന്നും രക്ഷ നേടണം അല്ലെ? ഇനി രക്ഷ നേടിയില്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഡിപ്രസ്ഡ് ആയി പോവും, നമ്മൾ ഡിപ്രഷനിൽ പോവും. ഡിപ്രഷനിലേക്ക് പോകാം അല്ലെ? പിന്നെ ചിലര് സൂയിസൈഡ് ചെയ്യും. സൂയിസൈഡ് ചെയ്യും. ചില മനുഷ്യരല്ലേ അപ്പൊ സൂയിസൈഡ് ചെയ്യുന്ന ഒട്ടുമിക്ക മനുഷ്യരിലും നമുക്ക് എന്ത് കാണാൻ പറ്റില്ല? ഡിഫൻസ് മെക്കാനിസം വർക്ക് ചെയ്യുന്നുണ്ടോ അവരില്? ഇല്ല, ഇപ്പം ന്യൂസ് പേപ്പർ നോക്കിയാൽ കംപ്ലീറ്റ് സൂയിസൈഡിന്റെ ന്യൂസാ ഉള്ളൂ എല്ലാം. മനസ്സിനുണ്ടാകുന്ന വൈകല്യങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങളാണ് വ്യക്തികളെ എന്തിലോട്ട് നയിക്കുന്നത്? ആത്മഹത്യയിലോട്ടും മറ്റും നയിക്കുന്നത് അല്ലെ? നമ്മുടെ മണിച്ചിത്രത്താഴ് എന്ന് പറയുന്ന സിനിമയില് അവിടെ ലാലേട്ടൻ പറയുന്നുണ്ട് അല്ലെ, നകുലനെ എന്താണ് ഗംഗയ്ക്ക് കൊല്ലാൻ പറ്റിയില്ലെങ്കിൽ ഗംഗ സൂയിസൈഡ് ചെയ്യുമെന്ന് പറയുന്നുണ്ട് അല്ലെ? ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ട് അല്ലെ? അവിടെ ഒരു ഡിഫൻസ് മെക്കാനിസം വർക്ക് ചെയ്യുന്നുണ്ട്. ആ ഒരു ഗംഗ, അത് ഞാൻ ഇത് പറയുന്നുണ്ട് കേട്ടോ, ആ ഒരു കാര്യം നമ്മുടെ ഡിഫൻസ് മെക്കാനിസം പഠിക്കുമ്പോൾ വരുന്നുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ആ ഒരു ക്യാരക്ടറിന് അത്രയധികം എന്താ പറയാ മാനസിക സംഘർഷങ്ങളുണ്ട്. ഓക്കെ, ആ ഒരു മറ്റേ നകുലൻ എന്ന് പറയുന്ന ആ ക്യാരക്ടറിനെ ഒന്നെങ്കിൽ മാത്രമാണ് അവർക്ക് സന്തോഷം ലഭിക്കുക, അല്ലെങ്കിൽ അവര് സൂയിസൈഡ് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പൊ ഇതും എന്താ പറയാ അതിനോട് റിലേറ്റ് ചെയ്യാവുന്ന ഒരു കാര്യമാണ്, ഡിഫൻസ് മെക്കാനിസവുമായിട്ട് റിലേറ്റ് ചെയ്യാവുന്ന ഒരു കാര്യം. ഓക്കെ, ഇനി ഞാൻ പല പല സാഹചര്യങ്ങൾ പറയാം. ഡിഫൻസ് മെക്കാനിസം വർക്ക്ഔട്ട് ആവുന്ന സാഹചര്യങ്ങള് നമ്മള് കുറേയധികം ഡിഫൻസ് മെക്കാനിസം ഉണ്ട്, അതിനകത്തൊട്ട് നമ്മൾ വന്നിട്ടില്ല. അതിനു മുമ്പ് ചില കാര്യങ്ങൾ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമാവും മനസ്സിലാക്കാനായിട്ട്. ഓക്കെ, അപ്പോ അതിന്റെ ഒരു സന്ദർഭം അല്ലെങ്കിൽ ഒരു സാഹചര്യം എന്ന് പറയുന്നത്, ഒരു വീട്ടില് അനിയനും ചേട്ടനും തമ്മിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചേട്ടന്റെ കൈ തട്ടി അനിയന്റെ ദേഹത്ത് ചേട്ടന്റെ കൈ തട്ടി അനിയൻ അറിയാതെ താഴെ വീണു. ഓക്കെ, അപ്പോ ഇത് കഴിയുമ്പോൾ അതായത് വീഴുന്ന ശബ്ദം കേട്ടിട്ട് അമ്മ അടുക്കളയിൽ നിന്ന് ഓടി വരുവാണ്. ഓക്കെ, അപ്പൊ സ്വാഭാവികമായിട്ട് അമ്മ എന്താ ചോദിക്കുക കുഞ്ഞുങ്ങളോട്? എന്താ സംഭവിച്ചെന്നല്ലേ ചോദിക്കുക? നീ അനിയനെ ഉരുട്ടിയിട്ടാടാന്ന് ചോദിക്കും. അപ്പൊ അനിയൻ പറയും എന്നെ ഉരുട്ടിയിട്ടതാണെന്ന് പറയും, എന്നെ തള്ളിയിട്ടതാണെന്ന് പറയും ചേട്ടൻ. അപ്പൊ ചേട്ടൻ എന്ത് ചെയ്യും? സമ്മതിക്കുമോ? അത് സമ്മതിച്ചു തരുമോ? പറ്റിപ്പോയതാന്ന് പറയും. ഞാൻ അറിയാതെയാണ് അത് പറ്റിപ്പോയത് എന്ന് പറയാം. അല്ലെങ്കിൽ ചിലപ്പോ തറയിൽ വെള്ളം വല്ലതും വീണ് കിടക്കുവാണെങ്കിൽ അതിൽ സ്ലിപ്പായതാണ്, അല്ലെങ്കിൽ പഴത്തൊലി വല്ലതും ഉണ്ടെങ്കിൽ അതിൽ സ്ലിപ്പായിട്ടാണ് അവൻ വീണത് എന്നിങ്ങനെ പറയൂ അല്ലെ? അപ്പൊ ആ കുഞ്ഞെന്താ ചെയ്യുന്നത് അവിടെ? അവൻ പ്രതിരോധിക്കുന്നു. അതായത് അവന്റെ മനസ്സിനൊരു ആഘാതമാണ് അവിടെ എത്തുന്നത്. അമ്മ ചിലപ്പോ തല്ലാനായിട്ട് വന്നിട്ടുണ്ടാകാം. അപ്പൊ അവനെ തന്നെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അവൻ ചില കള്ളങ്ങൾ അവിടെ പറയുവാണ്. അവൻ അറിയാം എന്തുകൊണ്ടാണ് അത് സംഭവിച്ചതെന്ന്, പക്ഷെ അവനത് കുറ്റമേറ്റി പറയുന്നില്ല. മറിച്ച് പല പല കാരണങ്ങൾ കണ്ടെത്തി അവൻ സൈഡ് ന്യായീകരിക്കാൻ ശ്രമിക്കുകയായിരുന്നു. എന്താണ്? അവന്റെ സൈഡ് ന്യായീകരിക്കാൻ ശ്രമിക്കും. അതെ, അവന്റെ സൈഡ് ന്യായീകരിക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇതിലൂടെ അവന്റെ മനസ്സിനെ ആശ്വസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത് ഡിഫൻസ് മെക്കാനിസമായിട്ട് നമുക്ക് ബന്ധപ്പെടുത്താവുന്നതാണ്. അപ്പൊ നിങ്ങളുടെ വീടുകളിൽ ഇങ്ങനെ എന്തെങ്കിലും നടത്താറുണ്ടോ? ദിവസമുള്ളതാണ്. എനിക്ക് 2 പെൺകുട്ടികളാണ്. രണ്ടുപേരും ഇടക്കിടക്ക് തല്ലുപിടിക്കും. അപ്പൊ ഒരാളെന്തെങ്കിലും ചെയ്യുമ്പോ അതെന്താണ് ചെയ്തതെന്ന് വെക്കുമ്പോ അടുത്ത ആളുടെ തലയിലോട്ട് വെക്കും, തലയിലോട്ട് വെച്ചു കൊടുക്കും അല്ലെ? അപ്പോ ഇത്തരത്തിലുള്ള മാനസിക അസ്വാസ്ഥ്യങ്ങളിൽ നിന്നും അതുപോലെ തന്നെ അപകടങ്ങളിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടി വ്യക്തി ഉപയോഗിക്കുന്ന സംരക്ഷണ തന്ത്രങ്ങളെ ഡിഫൻസ് മെക്കാനിസം എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇതിലൂടെ എന്ത് ചെയ്യാം? ഈ ഒരു ഡിഫൻസ് മെക്കാനിസത്തിലൂടെ അവർക്ക് പലതരം അപകടങ്ങളിൽ നിന്ന് രക്ഷ നേടാം. ഓക്കെ, ഇപ്പൊ അമ്മ വരുവാണ് തല്ലാനായിട്ട്, അനിയനെ തള്ളിയിട്ടെന്നും പറഞ്ഞു. അത് ആ ഒരു അപകടം മുൻകൂട്ടി കണ്ടുകൊണ്ട് ആ കുട്ടിക്ക് ആ ഒരു ഡിഫൻസ് മെക്കാനിസം അവിടെ യൂസ് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ പലതരത്തിലുള്ള അസ്വസ്ഥതകളെയും മറികടക്കാനായിട്ട് ഈ ഒരു ഡിഫൻസ് മെക്കാനിസത്തിന് സാധിക്കും. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊരു കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോ
ചില മോഹഭംഗങ്ങൾ ഉണ്ടാവാറുണ്ട്. മോഹഭംഗങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ആഗ്രഹിച്ചിട്ട് കിട്ടാതിരിക്കുക. ഓക്കെ, ഇപ്പൊ ഒരു സാധനം നമുക്ക് കിട്ടിയില്ലെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ പറയാ, ഒരു പെൺകുട്ടി അവളുടെ അച്ഛനോട് പറയുവാണ്, എനിക്ക് സ്വർണ്ണ കൊലുസ് ഇടാൻ ആഗ്രഹം ഉണ്ടെന്ന് പറയാണ്. എനിക്ക് സ്വർണ്ണ കൊലുസ് വേണം. അപ്പൊ അച്ഛനും അമ്മയ്ക്കും ആകെ ഒരു കുട്ടിയാണ്, ഈ കുട്ടി മാത്രമാണ് ഉള്ളത്. അപ്പോ ഈ കുട്ടിയുടെ എല്ലാ ആഗ്രഹങ്ങളും അവര് സാധിച്ചു കൊടുക്കാറുണ്ട്. അപ്പൊ കുട്ടി ഒരു ദിവസം അങ്ങനെ പറയാണ്, എനിക്ക് സ്വർണ്ണ കൊലുസ് ഇടാൻ ആഗ്രഹം ഉണ്ട് അച്ഛ, എനിക്കൊരു സ്വർണ്ണ കൊലുസ് മേടിച്ചു തരുമെന്ന് പറയാണ്. അപ്പോ അച്ഛൻ പറഞ്ഞു, എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? ഇപ്പോഴത്തെ റേറ്റ് അനുസരിച്ച് വാങ്ങിച്ചു തരാൻ പറ്റില്ല. അല്ല, അച്ഛൻ പറയും മേടിച്ചു തരാന്ന് പറയുള്ളൂ. ആകെ ഒരു മോളാണ്, ഒരു ഫിനാൻഷ്യലി അധികം പ്രശ്നമില്ലാത്ത ആൾക്കാരുമാണ്. അപ്പൊ എന്തായാലും എന്ത് ചെയ്യും, മേടിച്ചു തരാന്ന് പറയും. അപ്പൊ ഈ കുട്ടി, അപ്പൊ അച്ഛൻ ജോലിക്ക് പോയി രാവിലെ തന്നെ ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. ആ മാം, ഒന്നും കേൾക്കുന്നില്ല. മാം ലെഫ്റ്റ് ആയി പോയി തോന്നുന്നു, എന്തോ നെറ്റിന്റെ എന്തോ പ്രോബ്ലം ആണെന്ന് തോന്നുന്നു. ഓക്കെ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഉണ്ട് മാം. കേൾക്കാം. ഓക്കെ, ഓക്കെ. അപ്പൊ പറഞ്ഞു വന്നത് സ്വർണ്ണ കൊലുസിന്റെ കാര്യമാണ് അല്ലെ? അപ്പൊ വൈകിട്ട് വരെ ആ കുട്ടിയുടെ മനസ്സിൽ എന്തായിരിക്കും ഉണ്ടാവുക? അച്ഛൻ പോയി തിരിച്ചെത്തുന്നത് വരെ കൊണ്ടുതരും, കൊണ്ടുതരും, സ്വർണ്ണക്കൊലുസ് എനിക്ക് പോയി വാങ്ങിക്കാൻ പറ്റുന്നുള്ളൊരു പ്രതീക്ഷയിലിരിക്കും രാവിലെ തുടങ്ങി. അച്ഛൻ പോയി മൈൻഡില് പല ചിന്തകളായിരിക്കും അല്ലെ? സ്വർണ്ണ കൊലുസ് കാലിൽ അടിഞ്ഞ് നടക്കുന്നത് വരെ ആ കുട്ടി ചിന്തിക്കും അല്ലെ? അത് സ്കൂളിലിട്ട് പോകുന്നത്, അതുപോലെ അത് കാലിലിട്ടാൽ എന്ത് ഭംഗിയായിരിക്കും, കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുന്നത്, അങ്ങനെ അങ്ങനെ കുറെ കാര്യങ്ങൾ ആ കുട്ടി ചിന്തിച്ച് ഇങ്ങനെ കൂട്ടും. ഭയങ്കര പ്രതീക്ഷയിലായിരിക്കും ഉണ്ടാവുക അല്ലെ? അപ്പോ ഈ ഒരു സമയം, അച്ഛൻ വരുന്ന സമയമായി, ആ കുട്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ അച്ഛൻ വന്നു കഴിഞ്ഞപ്പോ കുട്ടി ചോദിക്കുകയാണ്, അച്ഛൻ എവിടെ എന്റെ സ്വർണ്ണ കൊലുസ് എന്ന് ചോദിക്കുകയാണ്. അപ്പൊ അച്ഛൻ പറയാണ്,
മോളെ ഞാൻ സ്വർണ്ണക്കൊലുസ് വാങ്ങിക്കാൻ ചെന്ന ഷോപ്പ് ക്ലോസ് ചെയ്തിട്ടിരിക്കുവാണ്. ഓക്കെ, എനിക്ക് അവിടെ നിന്ന് മേടിക്കാനായിട്ട് സാധിച്ചില്ല, കട ഇന്ന് അവധിയായിരുന്നു എന്ന് പറയുവാണ്. അപ്പൊ അത് സ്ഥിരം മേടിക്കുന്ന കടയാണ്. അപ്പൊ ഈ കുട്ടി ചോദിക്കുവാണ്, അതെന്താണ് ചന്ത് പറ്റിപ്പോയി, അപ്പൊ അച്ഛന് വേറെ ഷോപ്പിൽ നിന്ന് മേടിക്കായിരുന്നില്ല എന്ന് ചോദിക്കുകയാണ്. അപ്പൊ മോള് വിഷമിക്കേണ്ട, നാളെ നമുക്ക് ഒന്നും കൂടി നോക്കാം, ആ ഷോപ്പ് നാളെ എന്തായാലും തുറക്കും, ഇനി അത് തുറന്നില്ലെങ്കിൽ തന്നെ അടുത്ത ഷോപ്പിംഗ് എന്തായാലും വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് പറയുവാണ്. അപ്പൊ ഈ കുട്ടിക്ക് ഇത് ഇല്ലാതിരുന്നപ്പോൾ, അതായത് കൊണ്ടുവന്നില്ലല്ലോ, അപ്പൊ ഭയങ്കര വിഷമമായി. പക്ഷെ അച്ഛൻ പറയുവാണ് ഇങ്ങനെ, എന്തായാലും നമുക്ക് നാളെ മേടിക്കാം, നീ ആശ്വസിക്ക്, നമുക്കതിന് എന്തായാലും ഞാൻ മേടിച്ചു തരും എന്ന് പറയുമ്പോൾ ആദ്യം കുട്ടിക്ക് വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ അച്ഛൻ പറയുവാണ്, എന്തായാലും നാളെ ഒരു ദിവസം ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഈ സ്വർണ്ണക്കൊലുസ് എത്തിരിക്കും എന്ന് പറയുമ്പോൾ ആ കുട്ടിയുടെ മനസ്സിന് കുറച്ച് ആശ്വാസം കിട്ടുവാണ്. ഓക്കെ, അപ്പോ നല്ല രീതിയിൽ ഭയങ്കരമായിട്ട് പ്രതീക്ഷിച്ച് ഒരു കാര്യം നമുക്ക് കിട്ടാതെ വരുമ്പോൾ നമുക്ക് ചിലപ്പോ വിഷമം ഉണ്ടാകുക അല്ലെ, ആ ഒരു മൊമെന്റില് അല്ലെ. ആ ഒരു വൈകുന്നേര സമയമാണ് ആ അച്ഛനെ പ്രതീക്ഷിച്ചിരുന്നത്. അപ്പൊ അച്ഛൻ വരുന്ന ആ സമയത്ത് അത് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് സങ്കടം വരാം, അതുപോലെ തന്നെ കരച്ചിൽ വരാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു മൊമെന്റിൽ സംഭവിക്കാം. പക്ഷെ കുറച്ചു നേരം കഴിയുമ്പോൾ കുട്ടി എന്ത് ചെയ്യും, ഓക്കെ ആവും. കാരണം അതിനൊരു സൊല്യൂഷൻ അച്ഛൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത്തരത്തില് ആ കുട്ടിക്ക് ഉണ്ടാകുന്ന പെട്ടെന്ന് മോഹഭംഗം ഉണ്ടാവുകയാണ് അല്ലെ, ആഗ്രഹിച്ചൊരു സാധനം കിട്ടാതെ വരുമ്പോഴാണ് മോഹഭംഗം ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ആ ഒരു സമയത്ത് ആ കുട്ടിക്ക് അത് ഉണ്ടായെങ്കിൽ പോലും പിന്നീട് ഇത്തരം കാര്യങ്ങൾ, അതായത് അച്ഛൻ തന്നെ സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുമ്പോൾ ആ കുട്ടിയുടെ ആ ഒരു മനസ്സിലുണ്ടാകുന്ന ആ ഒരു വിഷമത്തെ കുറയ്ക്കുകയോ അല്ലെങ്കിൽ ഒഴിവാക്കുകയോ ചെയ്യും. ദാറ്റ് ഈസ് ഡിഫൻസ് മെക്കാനിസം. ഓക്കെ, അതുപോലെ തന്നെ വേറൊരു കാര്യം, പല പല സന്ദർഭങ്ങളാണ് ഞാനിപ്പോ പറയുന്നത്. വേറൊരു കാര്യം എന്ന് പറഞ്ഞാല് എക്സാമിന് തോറ്റ ഒരു കുട്ടി. ഓക്കെ, ഒരു കുട്ടി എക്സാമിന് തോറ്റു എന്ന് വിചാരിക്കാം. ഒരു ക്ലാസ്സിൽ 30 കുട്ടികളുണ്ട്, 29 കുട്ടികളും പാസ്സായി, ഈ ഒരു കുട്ടി മാത്രം ഫെയിലായി. ഓക്കെ, ആ കുട്ടിക്ക് ആ ഒരു സമയത്ത് വിഷമം ഉണ്ടാകില്ലേ? പേപ്പർ കിട്ടുന്ന തീർച്ചയായിട്ടും. ആ, പക്ഷേ ഇത് കുറെ നേരം നീണ്ടു നിൽക്കില്ല. എന്തുകൊണ്ടായിരിക്കും അത്? സമാധാനം കിട്ടുമ്പോ ഓരോരുത്തര് പറയും എങ്ങനെയാണ് സമാധാനം കിട്ടുന്നത്? എക്സാമിന് നമുക്ക് ഒരാശ്വാസം ഉണ്ടാവും, രണ്ടാമത് എഴുതിയെടുക്കാലെന്നുള്ള. അത് തന്നെ, എക്സാം എഴുതാലോ എന്ന തന്ത്രമാണ് കുട്ടി അവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഒരു ഈ എക്സാമിന് തോറ്റാലും കുഴപ്പമില്ല, ഇനിയൊരു എക്സാം എഴുതാനായിട്ട് ചാൻസ് ഉണ്ട്, അപ്പൊ അതിനകത്ത് എനിക്ക് എഴുതി എനിക്ക് പാസ്സാകാനായിട്ട് പറ്റും എന്നുള്ളൊരു മെക്കാനിസം ആ കുട്ടി അവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അതൊരു എക്സാമ്പിൾ ആണ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു വ്യക്തിയെ ആശ്രയിച്ചല്ല ഇവിടെ നിൽക്കുന്നത്, പല വ്യക്തികൾക്കും പലതരത്തിലുള്ള തന്ത്രങ്ങളാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ചിലവര് പ്രശ്നങ്ങൾ വന്നാല് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുഴിച്ചു മൂടാനായിട്ട് ശ്രമിക്കും. ഭയങ്കര, അതായത് അബോധ മനസ്സിൽ കുഴിച്ചു മൂടാനായിട്ട് ശ്രമിക്കും. ചിലവര് ചില പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതൊരു പ്രശ്നമല്ല എന്ന രീതിയിൽ അവരതിനെ കൊണ്ടു നടക്കും അല്ലെ. ഓക്കെ, അപ്പോ ഇത്തരത്തില് ഇപ്പോ ഇതിന് നമുക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ, ഇപ്പൊ നമുക്ക് ചെറുപ്പകാലത്തൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ പല ലവ് അഫെയറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നിരിക്കാം അല്ലെ, ശരിയാണോ? ആണോ? ശരിയാണ് മാം. ഉണ്ടാവും അല്ലെ. പക്ഷെ നമ്മളിപ്പോ അത് കൊണ്ട് നടക്കുന്നുണ്ടോ? നമ്മുടെ മനസ്സിൽ അതുണ്ടോ, അല്ലെങ്കിൽ മറന്നുപോയോ? എന്റെ ലവ് മാരേജ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്റെയും അതെ, പഴയ കാര്യങ്ങളൊക്കെ ഓർക്കാറുണ്ട്. ചിലവരുടെ മനസ്സിൽ അത് ഉണ്ടാവാറില്ല, ചില വ്യക്തികളുടെ മനസ്സിൽ അത് ഉണ്ടാവില്ല. സിറ്റുവേഷൻ വരുമ്പോ അല്ലെ. ചില ഭയങ്കര വേദനാജനകമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അതിൽ നിന്ന് ഉണ്ടാകുന്നതെങ്കിൽ നമ്മൾ അത് അബോധ മനസ്സിൽ അത് കുഴിച്ചു മൂടും. പിന്നീട് നമ്മുടെ ഓർമ്മയിൽ അത് വരില്ല അധികം. ആ ഒരു ഇതുണ്ട് കേട്ടോ. അപ്പോ അതും ഇതിനൊരു എക്സാമ്പിൾ ആയിട്ട് പറയാവുന്നതാണ്. ഇനി കുട്ടികളുടെ കാര്യം വരുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഡിഫൻസ് മെക്കാനിസം വർക്ക് ആവുന്നതെന്ന് നോക്കാം. അതായത് ഒരു ക്ലാസ്സില് കുറച്ച് കുട്ടികളുണ്ട്, ക്ലാസ് ടീച്ചർ ക്ലാസ്സിലോട്ട് വരുവാണെന്ന് വിചാരിക്കുക, വരുവാണ്. ഓക്കെ, അപ്പോ
ടീച്ചേഴ്സ് ആണ്, നമുക്കറിയാം ഹോംവർക്ക് കൊടുക്കുമല്ലേ കുട്ടികൾക്ക്. ടീച്ചർക്ക് ഹോംവർക്ക് കൊടുക്കാറില്ലേ കുട്ടികൾക്ക് ടീച്ചേഴ്സ്? ഓക്കെ. അപ്പോ ടീച്ചർ പറയും ക്ലാസ്സിൽ വന്നിട്ട് ടീച്ചർ ആദ്യം ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അറ്റൻഡൻസ് വിളിക്കുകയാണ് ചെയ്യുക. അതിനുശേഷം ടീച്ചർ ചോദിക്കും അല്ലെ, ലെസൺ എടുക്കാൻ തുടങ്ങുമ്പോൾ ടീച്ചർ ചോദിക്കും ഹോംവർക്ക് ചെയ്തോ എന്ന് ചോദിക്കും. ഓക്കെ. അപ്പൊ അതിനകത്ത് ഹോംവർക്ക് ചെയ്തിട്ടുള്ളവർ ഹാൻഡ് റൈസ് ചെയ്യാനായിട്ട് പറയും, കൈ പൊക്കാനായിട്ട് പറയും. അപ്പൊ അതിനകത്ത് ഭൂരിഭാഗം പേര് കൈപൊക്കിയിട്ടുണ്ടാവും. ഇനി ചില കുട്ടികൾ എന്ത് ചെയ്യില്ല, ഹോംവർക്ക് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ടീച്ചർ എന്ത് ചെയ്യും, അവരോട് കാരണം ചോദിക്കും അല്ലെ, കാരണം ചോദിക്കില്ലേ എന്തുകൊണ്ടാണെന്ന്. അപ്പൊ ഇതുപോലെ തന്നെ ഒരു ക്ലാസ്സിൽ ഒരു ടീച്ചർ വന്നു, അറ്റൻഡൻസ് വിളിച്ചു, ഹോംവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, എത്ര പേര് ചെയ്തിട്ടുണ്ടെന്ന് അവരോട് ചോദിച്ചു. അപ്പൊ കുറച്ച് കുട്ടികളൊക്കെ കൈപൊക്കി, ഒരു 3-4 കുട്ടികൾ അവിടെ ഇരിക്കുകയാണ് കൈപൊക്കാതെ, അതും ഒരേ ബെഞ്ചിലുള്ള കുട്ടികൾ. അപ്പൊ ഇവരോട് ചോദിക്കുകയാണ് എന്താണ് നീ ഹോംവർക്ക് ചെയ്യാതിരുന്നത്, നിങ്ങൾ എന്താണ് ഹോംവർക്ക് ചെയ്യാതിരുന്നതെന്ന് ചോദിക്കാൻ. അപ്പൊ അതിനകത്ത് ആദ്യത്തെ കുട്ടിയോട് ടീച്ചർ ചോദിച്ചു നീ എന്താണ് ഹോംവർക്ക് ചെയ്യാതിരുന്നത്. അവന്റെ പേരൊക്കെ എടുത്ത് വിളിച്ചിട്ടാണ് ചോദിക്കുന്നത്, എന്താണ് നീ ഹോംവർക്ക് ചെയ്യാതിരുന്നത്. അപ്പൊ ആ കുട്ടി പറയുവാണ് ഞാൻ മറന്നുപോയി. മറന്നുപോയി എന്ന് പറയുന്നത് എന്താണ്, ഡിഫൻസ് മെക്കാനിസം ആണ് അല്ലെ, അതൊരു പ്രതിരോധ തന്ത്രമാണ്. ഞാൻ നിങ്ങളോട് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ഞാൻ നിങ്ങളോട് ചെയ്യാനായിട്ട് പറയുവാണ്, നിങ്ങളപ്പോ പറയുന്നു അയ്യോ ഞാൻ മറന്നുപോയി മിസ്സേ, അതാണ് ഇതാണ് എന്നൊക്കെ പറയാണ്. ദാറ്റ് ഈസ് ഡിഫൻസ് മെക്കാനിസം. നിങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ രൂപപ്പെടുത്തുന്ന തന്ത്രമാണത്. ഓക്കെ. ഇനി രണ്ടാമത്തെ കുട്ടിയോട് ചോദിക്കുവാണ് എന്താണ് നീ ഹോംവർക്ക് ചെയ്യാതിരുന്നത്, നീയും മറന്നുപോയോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ആ കുട്ടി പറയുവാണ് ഞാൻ മറന്നുപോയില്ല, പക്ഷേ എന്റെ അമ്മ എന്റെ കൂടെ ഇരുന്നില്ല ഇന്നലെ ഹോംവർക്ക് ചെയ്യാനായിട്ട്. എന്റെ അമ്മ എന്റെ കൂടെ ഇരുന്നാൽ മാത്രമാണ് എനിക്ക് ഹോംവർക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ. അപ്പൊ ആ കുട്ടി ആ ഒരു തന്ത്രമാണ് അവിടെ യൂസ് ചെയ്തത്. ഇനി മൂന്നാമത്തെ കുട്ടിയോട് ചോദിക്കുകയാണ് നീ എന്താണ് ഹോംവർക്ക് ചെയ്യാതിരുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഈ കുട്ടി പറയുവാണ് ടീച്ചറെ ഞാൻ ഹോംവർക്ക് ചെയ്യാനായിട്ട് ഇരുന്നു, ബുക്ക് എടുത്തു വെച്ചു, എഴുതാനായിട്ട് പെൻസിൽ എടുത്തു, എഴുതി തുടങ്ങി, പെൻസിലിന്റെ മൊന ഒടിഞ്ഞു പോയി, വേറെ പെൻസിൽ ഉണ്ടായില്ല, കട്ടർ ഉണ്ടായിരുന്നില്ല. ഓക്കെ. അപ്പൊ ഇതൊക്കെ എന്താണ്, തന്ത്രങ്ങളാണ്. അതായത് കുട്ടികളാണെങ്കിലും അവരുടെ മനസ്സിൽ എന്തുണ്ട്, ഡിഫൻസ് മെക്കാനിസം വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോ ആദ്യത്തെ കുട്ടി ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത് ഉപയോഗിച്ചത് മറന്നുപോയിരുന്നതാണ് അല്ലെ. രണ്ടാമത്തെ കുട്ടി പറയുന്നതാണ് അമ്മ എന്റെ കൂടെ ഇരുന്നില്ല എന്നുള്ളത്. മൂന്നാമത്തെ കുട്ടി പറയുവാണ് പെൻസിലിന്റെ മൊന ഒടിഞ്ഞു പോയി, കട്ടർ ഉണ്ടായിരുന്നില്ല. വേറെ എന്റെ ചേട്ടന്റെ അടുത്തും ചേച്ചിയുടെ അടുത്തൊക്കെ ഒന്നും പെൻസിൽ ഉണ്ടായിരുന്നില്ല, അവരുടെ അടുത്തൊക്കെ പേനയായിരുന്നു. അപ്പൊ എനിക്ക് എഴുതാൻ പറ്റില്ലല്ലോ, ഞാൻ കുഞ്ഞല്ലേ, എനിക്ക് പേന ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയുവാണ്. അപ്പോ ഇത്തരത്തിലാണ് ആ 3 കുഞ്ഞുങ്ങളും 3 തരത്തിലുള്ള ഡിഫൻസ് മെക്കാനിസം ആണ് അവിടെ യൂസ് ചെയ്തത് അല്ലെ. അപ്പൊ ഇങ്ങനെയാണ് മനുഷ്യരായാല് പലതരത്തിലുള്ള ഡിഫൻസ് മെക്കാനിസം ആണ് അവർ യൂസ് ചെയ്യുക. ഇനി കുറച്ചുകൂടി വലിയവരുടെ കേസ് എടുക്കുകയാണെങ്കിൽ എല്ലാവരും ഒട്ടുമിക്ക ആളുകളും ഓഫീസിൽ പോകുന്ന ആളുകളാണ് അല്ലെ. അപ്പൊ ഓഫീസിലേക്ക് പോകുമ്പോൾ നമുക്കറിയാൻ പറ്റും ഓഫീസിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് ഓഫീസിൽ എത്താനുള്ള ഒരു ദൂരം അരമണിക്കൂർ ആണെങ്കിൽ അല്ലെ, ഒരു 9:30 നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയാലാണ് കറക്റ്റ് ഓഫീസ് ടൈം 10 മണിയാകുമ്പോൾ നമ്മൾ ഓഫീസിൽ എത്തുക. ഓക്കെ. അപ്പൊ നമ്മൾ മുൻകൂട്ടി അത് കാണണം. ഇനി ഈ 10 മണിക്ക് എത്തേണ്ട ആള് 9:45 ഇറങ്ങിയതെങ്കിൽ 10 മണിക്ക് അവിടെ എത്തില്ല, 10:15 ഓഫീസിൽ എത്തുക. അപ്പൊ തീർച്ചയായിട്ടും സുപ്പീരിയർ ചോദിക്കും അല്ലെ, മേലുദ്യോഗസ്ഥർ ചോദിക്കും എന്തുകൊണ്ടാണ്. ചില ഓഫീസുകളിൽ പഞ്ചിങ് സമ്പ്രദായം ആയിരിക്കാം, അല്ലെങ്കിൽ ചിലവിടത്ത് സൈൻ ആയിരിക്കാം. അപ്പൊ ചോദിക്കും എന്താണ് നിങ്ങൾ വൈകിയെന്ന് ചോദിക്കും. അപ്പൊ അദ്ദേഹം പറയുന്ന ഒരു ന്യായം ഞാൻ ട്രാഫിക്കിൽ പെട്ടുപോയി, അത് തന്നെ ബ്ലോക്ക് ആയിരുന്നു. അങ്ങനെയാണ് പറയുന്നത്. ബ്ലോക്ക് ഉണ്ടാകാം, പക്ഷെ ഈ വ്യക്തി 9:45 ഇറങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായും ബ്ലോക്ക് ഒക്കെ കഴിഞ്ഞിട്ട് 10:30 ആകാറാവും എത്തുമ്പോ. അപ്പോ നേരത്തെ ഇറങ്ങാഞ്ഞിട്ടാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് ആണ്. നേരത്തെ ഇറങ്ങിക്കഴിഞ്ഞാല് നമുക്ക് നേരത്തെ കുറച്ച് എത്തിയാല് കുഴപ്പമില്ല, അത് നമ്മളോട് ചോദിക്കില്ല അല്ലെ. പക്ഷെ നേരത്തെ വൈകിയാണ് ഇറങ്ങിയത്, വൈകിയാണ് ഓഫീസിൽ ചെന്നത്. പക്ഷെ ആ വ്യക്തി സമ്മതിക്കുന്നില്ല, ഞാൻ ലേറ്റ് ആയിട്ടാണ് ഇറങ്ങിയെന്ന് അയാൾ സമ്മതിക്കുന്നില്ല. അയാൾ പറയുന്നത് ബ്ലോക്ക് ആണ് പറയുന്നത്, ബ്ലോക്കിൽ വിട്ടുപോയി, ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ. അപ്പൊ ഇതും എന്താണ്, ഡിഫൻസ് മെക്കാനിസം. ഓക്കെ. അപ്പൊ ഈ ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത് റിയാലിറ്റിയെ ഇല്ലാതാക്കുന്നു, യാഥാർത്ഥ്യത്തെ വളച്ചൊടിക്കുന്നു
അല്ലെങ്കിൽ യാഥാർത്ഥ്യത്തെ നിഷേധിക്കുന്നു. യഥാർത്ഥത്തിലുള്ള കാര്യങ്ങളെ വളച്ചൊടിച്ചാണ് ഇവിടെ പറയുന്നത്. അത് കുട്ടികളായാലും അതുപോലെ തന്നെ മുതിർന്നവരായാലും റിയാലിറ്റിയെ അപ്പാടെ മാറ്റി വേറൊരു രീതിയിലാക്കുന്നു. ദാറ്റ് ഈസ് ഡിഫൻസ് മെക്കാനിസം. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ, ഈ ഒരു ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത് പലതരത്തിലാണുള്ളത്. പലതരത്തിലുള്ള ഡിഫൻസ് മെക്കാനിസം ഉണ്ട്. അപ്പൊ ഈ ഒരു പാരഗ്രാഫിലെ മൊത്തം കാര്യങ്ങൾ അല്ലെങ്കിൽ അതിനോട് റിലേറ്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ കൂടിയാണ് ഞാനിപ്പോ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. മനസ്സിലായോ? ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഇതേപോലുള്ള? എങ്ങാനും ഹോംവർക്ക് ചെയ്യാൻ മറന്നുപോയ ചെയ്തിട്ടുണ്ട് ടീച്ചറെ, ബുക്ക് എടുക്കാൻ മറന്നുപോയി. ഞാൻ സെയിം ആണ്. സെയിം ആണ് അല്ലേ? ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പ്രതിരോധ തന്ത്രം ഉപയോഗിക്കുന്നത് ഒരു അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം ആണെന്ന് ഞാൻ പറഞ്ഞു അല്ലെ. നമ്മുടെ മനസ്സ് സ്വന്തം കാരണങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള കാരണങ്ങൾ കൊണ്ടോ പ്രതിസന്ധിയിലാണ് നിൽക്കുന്നതെങ്കിൽ അതിനെ ഒഴിവാക്കി സന്തോഷിക്കാനാണ് ഈ ഒരു ഡിഫൻസ് മെക്കാനിസം ഉപയോഗിക്കുന്നത്. നമ്മുടെ മനസ്സിന് മാക്സിമം എന്ത് കൊടുക്കണം? ആശ്വാസം കൊടുക്കണം. മാക്സിമം ആശ്വാസം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ, ഒരു പനിയോ ജലദോഷമോ ചുമയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? മരുന്നുകൾ ഉപയോഗിക്കില്ലേ? മെഡിസിൻസ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ അതിനെ റിലീഫ് ചെയ്യുന്നത് അല്ലെ, നമുക്കൊരു റിലാക്സേഷൻ കിട്ടുന്നത്. അതുപോലെ തന്നെ ഈ ഒരു കാര്യം, അതായത് നമ്മുടെ മനസ്സിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ തന്നെയാണ് അത് രൂപപ്പെടുത്തുന്നത്. ഇത് പുറത്തുനിന്നല്ല നമുക്ക് കിട്ടുന്നത്. ഓരോ വ്യക്തിക്ക് അനുസരിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള തന്ത്രങ്ങൾ രൂപപ്പെടുത്തുന്നത്. അത് ഓരോരുത്തരുടെ ബുദ്ധി അതുപോലെ അവരുടെ മനസ്സ് അതിനെയൊക്കെ ആശ്രയിച്ചിരിക്കും അവരുപയോഗിക്കുന്ന തന്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ കേട്ടോ. നമ്മൾ ചില സിനിമയിലൊക്കെ കാണാറില്ലേ, ഭയങ്കരമായിട്ട് തന്ത്രശാലികളായിട്ടുള്ള ആളുകളെ, പലതരത്തിലുള്ള ന്യായീകരണങ്ങൾ പറയുന്ന അല്ലെങ്കിൽ പലതരത്തിലുള്ള തന്ത്രങ്ങൾ ഉപയോഗിക്കുന്ന അല്ലെ തന്ത്രശാലികളെയൊക്കെ കാണാറുണ്ട് അല്ലെ. അവരുടെയൊക്കെ ഡിഫൻസ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഹൈ ലെവലാണ് അവരുപയോഗിക്കുന്ന തന്ത്രങ്ങൾ എന്ന് പറയുന്നത്. അതിലൂടെ ഒരു വിധത്തില് അവർ പല പ്രശ്നങ്ങളിൽ നിന്നൊക്കെ രക്ഷ നേടുവാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോ നമ്മുടെ മനസ്സ് സ്വന്തം കാരണങ്ങൾ കൊണ്ടോ മറ്റുള്ള കാരണങ്ങൾ കൊണ്ടോ പ്രതിസന്ധിയിൽ നിൽക്കുവാണെങ്കിൽ അതിനെ ഒഴിവാക്കി സന്തോഷിക്കാൻ വേണ്ടിയിട്ടാണ് ഡിഫൻസ് മെക്കാനിസം യൂസ് ചെയ്യുന്നത്. ഓക്കെ. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ ആണ് മാം. ഓക്കെ. അപ്പൊ പലതരത്തിലുള്ള ഡിഫൻസ് മെക്കാനിസം ഉണ്ട്. ഓക്കെ. നിങ്ങൾ ദീസ് കൺസിസ്റ്റ് ഓഫ് കോമ്പൻസേഷൻ, റൈഷണലൈസേഷൻ, പ്രൊജക്ഷൻ, identification, substitution and sublimation, repression, negativism and sympathism, withdrawal and daydreaming or fantasy. Okay. അപ്പൊ ഇത്രയും ഡിഫൻസ് മെക്കാനിസത്തെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഒരു 12 ഡിഫൻസ് മെക്കാനിസത്തെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. അപ്പോ ആദ്യത്തേത് നമുക്കൊന്ന് നോക്കാം. ജസ്റ്റ് നിങ്ങളൊന്ന് റീഡ് ചെയ്യുക കേട്ടോ. കോമ്പൻസേഷൻ മാത്രം ഒന്ന് റീഡ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഇതൊരു പ്രൊട്ടക്റ്റീവ് ഡിവൈസ് ആണ്, സംരക്ഷണ തന്ത്രമാണെന്ന് പറഞ്ഞു. പിന്നെ ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നു, അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം എന്ന് പറയുന്നു, മെന്റൽ മെക്കാനിസം എന്ന് പറയുന്നു കേട്ടോ. അങ്ങനെ 3 പേരുകളുണ്ട്. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ.
വായിച്ചു കഴിയുമ്പോൾ ഒന്ന് തമ്പ് ചെയ്യാം. കോമ്പൻസേഷൻ മാത്രം വായിച്ചാൽ മതി കേട്ടോ. ഓക്കെ, എന്തെങ്കിലും മനസ്സിലായോ കോമ്പൻസേഷൻ? ആ മാം, ഒരു വ്യക്തി തന്റെ എനർജി, അതായത് ഒരു വ്യക്തിത്വത്തിന്റെ മറ്റ് ചില വശങ്ങളിലേക്ക് മാറ്റിക്കൊണ്ട് കുറവ് നികത്താൻ ശ്രമിക്കുന്നത്, അതാണ്. അതിൽ അയാൾ നഷ്ടപരിഹാര സംവിധാനം ഉപയോഗിക്കുന്നു. ഈ കോമ്പൻസേഷൻ എന്ന് പറയുന്നത് അപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത് അവിടെ. സൗമ്യ, സൗമ്യ. ആ മാം, ഒരു വ്യക്തി തന്റെ ഊർജം തന്റെ വ്യക്തിത്വത്തിന്റെ ചില വശങ്ങളിലേക്ക് തിരിച്ചു വിടുന്നു. അപ്പൊ ഒരു പോരായ്മ നികത്താൻ ശ്രമിക്കുമ്പോഴാണ് അതിന്റെ ഒരു കുറവുമില്ലെന്ന് മനസ്സിലാവുന്നത്. അപ്പൊ അയാൾ നഷ്ടപരിഹാര സംവിധാനം ഉപയോഗിക്കുന്നു. പറഞ്ഞോളൂ, സീന പറഞ്ഞോളൂ. ഒരു വ്യക്തി തന്റെ ഏതെങ്കിലും കുറവ് നികത്താന് കുറവില്ലാത്ത മറ്റ് വ്യക്തിത്വ ഗുണങ്ങളിലേക്ക് തന്റെ ശക്തി തിരിച്ച് പ്രവർത്തിക്കുമ്പോൾ അതിന് കോമ്പൻസേഷൻ മാർഗം എന്ന് പറയും. ഇതിന്റെ സിമ്പിൾ എക്സ്പ്ലനേഷൻ ഞാൻ പറഞ്ഞു തരാം. കോമ്പൻസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു തരത്തിൽ പറഞ്ഞാൽ നഷ്ടപരിഹാരം എന്നാണല്ലോ അർത്ഥമാക്കുന്നത്. അതായത് ഒരു മേഖലയിൽ പരാജയപ്പെട്ട വ്യക്തി മറ്റൊരു മേഖലയിലേക്ക് വിജയം കണ്ടെത്തി പരാജയത്തെ മറികടക്കാനായിട്ട് ശ്രമിക്കുന്നു. ദാറ്റ് ഈസ് കോമ്പൻസേഷൻ. ഒന്നുകൂടി പറഞ്ഞുതരാം. ഒരു മേഖലയിൽ പരാജയപ്പെട്ട വ്യക്തി മറ്റൊരു മേഖലയിലേക്ക് വിജയം കണ്ടെത്തി പരാജയത്തെ മറികടക്കാൻ ശ്രമിക്കുന്നു. ഓക്കെ, ഫോർ എക്സാമ്പിൾ പറയാം. എക്സാമിന് തോറ്റ കുട്ടി സ്പോർട്സിൽ അച്ചീവ് ചെയ്യുന്നു. മനസ്സിലായോ? ഒരു കുട്ടിക്ക് പഠിക്കാനായിട്ട് ചിലപ്പോ അത്രയധികം ടാലന്റ് ഉണ്ടാവണം എന്നില്ല. ചിലപ്പോ ആ കുട്ടി എന്ത് ചെയ്യാം, എക്സാമിന് തോക്കാം. പക്ഷെ ആ കുട്ടി സ്പോർട്സിൽ നല്ല രീതിയിൽ അച്ചീവ് ചെയ്യാണ്. ഓക്കെ, ആ കുട്ടി നാഷണൽ ലെവൽ വരെ പോവാണ് സ്കൂളിൽ നിന്ന് വിൻ ചെയ്തിട്ട്. ഓക്കെ, അപ്പൊ ആ കുട്ടിയുടെ ആ ഒരു വിഷമം, അല്ലെങ്കിൽ ആ കുട്ടിക്ക് ചിലപ്പോൾ എക്സാമിന് ജയിക്കാൻ പറ്റാത്തതിന്റെ വിഷമം ചിലപ്പോ എന്ത് ചെയ്യാം, ഈ ഒരു സ്പോർട്സിലുള്ള അച്ചീവ്മെന്റ് വഴി ആ കുട്ടിക്ക് മറക്കാനായിട്ട് ശ്രമിക്കാം, അല്ലെ? മറക്കാനായിട്ട് ആശ്വസിക്കാം, അല്ലെങ്കിൽ ആ കുട്ടിയുടെ മനസ്സിനെ ആശ്വസിപ്പിക്കാനായിട്ട് ശ്രമിക്കാം. ആ ഒരു എക്സാമിന് തോറ്റെന്ന് പറയുന്ന ആ ഒരു കാര്യം ചിലപ്പോൾ ആ കുട്ടിയെ ഈ ഒരു സ്പോർട്സിന്റെ അച്ചീവ്മെന്റ് കൊണ്ട് ചിലപ്പോൾ അൽക്കമേ ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ അത്തരത്തിലാണ് ഇവിടെ കോമ്പൻസേഷൻ എന്ന് പറയുന്ന ഡിഫൻസ് മെക്കാനിസം വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോ നമുക്കായാലും പലതരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകുക, അല്ലെ? നമ്മൾ ചിലപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഉള്ള സമയത്ത് നമുക്ക് എന്തെങ്കിലും കാര്യം നമുക്ക് വിജയിക്കാൻ പറ്റിയില്ലായെങ്കിൽ, അല്ലെ, ഏതെങ്കിലും ഒരു കാര്യത്തിന് നമ്മൾ ചിലപ്പോൾ തോറ്റുപോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ആ ഒരു കുറവ് നികത്താൻ വേണ്ടിയിട്ട് വേറൊരു മേഖലയിലേക്ക് നമ്മൾ തിരിയുന്നതായിരിക്കും, അല്ലെ? ചിലപ്പോൾ നമ്മുടെ കുഞ്ഞായിരുന്നപ്പോൾ അല്ലെങ്കിൽ നമ്മള് ക്ലാസ്സുകളിൽ പഠിക്കുന്ന സമയത്തൊക്കെ, സ്കൂളിലായാലും കോളേജിലായാലും പഠിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ചില ആഗ്രഹങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാകാം. പക്ഷെ അത് അച്ചീവ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റിയെന്ന് വരില്ല. പക്ഷെ നമ്മൾ അതിൽ നിന്ന് മാറി വേറൊരു മേഖല കണ്ടെത്തുവാണ്. ചിലപ്പോൾ നമ്മൾ അതിനകത്ത് ചിലപ്പോൾ സ്കിൽഡ് ആയിട്ട് പേഴ്സണോ അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സണോ ആയിരിക്കില്ല. പക്ഷെ നമ്മളൊരു വേറൊരു മേഖല കണ്ടെത്തുകയും അതിനകത്ത് നമ്മൾ തിളങ്ങുകയും ചെയ്യുന്നു. ദാറ്റ് ഈസ് കോമ്പൻസേഷൻ. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ ആണല്ലേ? ഓക്കെ, അപ്പോ ഈ കോമ്പൻസേഷന് എക്സാമ്പിൾ കണ്ടെത്തി വരിക കേട്ടോ നെക്സ്റ്റ് ക്ലാസ്സിൽ. ഓക്കെ മാം. ഞാൻ എല്ലാത്തിനും ഇതിനകത്ത് ഞാൻ എക്സാമ്പിൾ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും. അത് ക്ലാസ് ഉള്ള സമയത്ത് തന്നെയായിരിക്കും ചെയ്യിപ്പിക്കുന്നത്. പക്ഷെ നമ്മളിപ്പോ ഒരെണ്ണം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. രണ്ടാമത്തത് പറയാനായിട്ട് നമുക്ക് കുറച്ച് സമയം വേണം. അതിന് നമുക്ക് സമയം തികയില്ല. അതുകൊണ്ട് നമുക്കിത് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, കോമ്പൻസേഷന്റെ അടുത്തതാണോ?
കോമ്പൻസേഷന് മാത്രം. കോമ്പൻസേഷൻ അടുത്തതാണെങ്കിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ പോകണം നെക്സ്റ്റ് ക്ലാസ്സിൽ. കോമ്പൻസേഷൻ മാത്രം എക്സാമ്പിൾ, കോമ്പൻസേഷൻ മാത്രം. ഓക്കെ മാം. ബാക്കിയുള്ളത് ഞാൻ നമ്മുടെ ക്ലാസ് ലൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കും കേട്ടോ. ഓക്കെ, അപ്പോ താങ്ക് യു. ആരാണ് സൈൻ ഔട്ട് ചെയ്യുന്നത്? Ma'am, good morning everyone. Today's day begin with a pleasant prayer by Soumya Tommy. Thank you, Soumya. Next, we had a wonderful sign-in by Razia. Thank you so much. Followed by a motivating thought of the day by Tessie. Thank you. Today's class was conducted by Ashwati ma'am. We learned about defense mechanism, what it is, some examples, story problems, and compensation. Thank you, Ashwati ma'am, for teaching us about this topic. Thank you. Thank you all. ഓക്കെ, താങ്ക് യു. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം, നെക്സ്റ്റ് മൺഡേ. താങ്ക് യു മാം. Thank you, ma'am.